അറിയുമോ? ആരാ ഖദീജ എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ? മക്കയിലെ കോടിപതിയായ ഖുവൈലിദിന്റെ മകളാണ്. ഖുവൈലിദിന്റെ മകളാണ്. വെള്ളിക്കരണ്ടിയും വായിൽ വെച്ചുകൊണ്ട് വീണ ഖദീജ ബീവി മക്കയിലെ പ്രമാണിയുടെ മകളാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിവാഹം എടുത്തപ്പോ സ്വന്തം സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിന് വേണ്ടി കൊടുത്തിട്ട് ഖദീജ ബീവി എന്ത് ചെയ്തെന്നറിയുമോ? ഖദീജ ബീവി ജീവിതത്തിൽ പ്രവാചകന്റെ വഴിവിളക്കായി മാറി. ഇവിടെ ഇന്ന് നമ്മൾ ഒന്നിച്ചിവിടെ നിന്ന് പിരിയുകയാണ്. അവസാനം നമ്മൾ ദുആ ചെയ്യുകയാണ്. ഭാര്യ ഭർത്താക്കന്മാരോട് ഞാൻ എന്റെ വസിയ്യത്ത് പറയട്ടെ. ഇത്രയും നാളും കുടുംബം കേട്ടവരോട് ഞാൻ എന്റെ വസിയ്യത്ത് പറയട്ടെ. ഒരു മുഹമ്മദും ഖദീജയുമാകുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനെയും മക്ക ഖുറൈശികൾ ശുഅബ അബൂ താലിബിന്റെ മലഞ്ചരിവിലേക്ക് പട്ടിണിക്ക് വിടുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ അക്രമികൾ എതിർക്കാൻ തുടങ്ങി. പ്രവാചകന് ഭക്ഷണം കൊടുത്തുകൂടാ, അല്ലാഹുവിന്റെ റസൂലിനോട് മിണ്ടിക്കൂടാ. പ്രവാചകൻ ഭക്ഷണമില്ലാതെ അല്ലാഹുവിന്റെ പ്രവാചകനും കൂട്ടുകാരും ഒരു സാധനം ചന്തയിൽ വിൽക്കാമെന്നാൽ അത് വിൽക്കൽ പോലും വാങ്ങിക്കാൻ പാടില്ല. കഅബാലയത്തിന് മുകളിൽ ഉപരോധത്തിന്റെ ലിസ്റ്റ് എഴുതി തൂക്കി. സഹോദരങ്ങളെ, അമേരിക്ക ഇറാഖിന്റെ പേരിൽ നടത്തിയ ഉപരോധം ആദ്യത്തെ ഉപരോധമല്ല. ആദ്യത്തെ ഉപരോധം അല്ലാഹുവിന്റെ പ്രവാചകനെതിരെ കഅബാലയത്തിന്റെ വാതിൽ എഴുതി തൂക്കിയത്. UN ഐക്യരാഷ്ട്രസഭ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തട്ടെ, പക്ഷേ ഇത് കഅബാലയത്തിന്റെ മുകളിൽ ഉപരോധമാ. അല്ലാഹുവിന്റെ റസൂലും ഖദീജ ബീവിയും പട്ടിണിയിലായി. കുടിക്കാൻ വെള്ളമില്ല, കടിക്കാൻ ഭക്ഷണമില്ല. ഇതേവരെ സംസാരിച്ചവരെ കണ്ടാൽ മിണ്ടുകയില്ല, ഒരാൾ പോലും സലാം പറയില്ല. ഉപരോധത്തിന്റെ നടുവിലാണ്. അവസാനം ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ കിടുകിടാ വിറച്ചുകൊണ്ട് വീട്ടിൽ കിടക്കുമ്പോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ കമ്പിളി പുതപ്പുമായിട്ട് ചന്തയിൽ വന്നു. അത് വിറ്റിട്ടെങ്കിലും എന്റെ ഖദീജക്ക് ഭക്ഷണം കൊടുക്കാൻ. ഖദീജ ബീവി പട്ടിണിയിലാണ്. ചന്തയിൽ വരുമ്പോൾ കച്ചവടക്കാർ വാങ്ങിക്കുന്നില്ല. കാരണം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കമ്പിളി പുതപ്പും കയ്യിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചന്തയിൽ നിന്നുമത്രേ. എന്റെ പ്രിയപ്പെട്ട സഹോദര, വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടില്ലേ, അമേരിക്ക ചവച്ചു തുപ്പി ഇറാഖിന്റെ നടുവില് 1000 ചുട്ടുകൊള്ളുന്ന സൂര്യന്റെ താഴെ മരിച്ചു വീടുന്ന ഇറാഖിന്റെ മരുഭൂമിയിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാതെ കൊച്ചുമകളുടെ കുട്ടിയുടുപ്പും എടുത്തുകൊണ്ട് ഇറാഖിന്റെ ചന്തയിൽ നിൽക്കുന്ന വൃദ്ധയായ പെണ്ണിനെ നിങ്ങൾ കണ്ടോ? ഇറാഖിന്റെ ചന്തയിലോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പൊന്നുമോളുടെ കുട്ടിയുടുപ്പ് വിൽക്കാമെന്ന വൃദ്ധയെ പോലെ അല്ലാഹുവിന്റെ റസൂൽ പുതപ്പുമായിട്ട് നിൽക്കുന്നു. എന്തിനെന്നറിയുമോ? വിട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ. ഒരു ഭാര്യയും ഭർത്താവും. അവസാനം റസൂലുള്ള തിരിച്ചു ചെല്ലുന്നു. ഖദീജ, പുതപ്പ് വാങ്ങിക്കാൻ ഖുറൈശികൾ മതിയാകുന്നില്ല ഖദീജ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ, മിണ്ടാൻ ആരുമില്ല, തിന്നാനൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല. ഇവിടെ കിടക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് മലഞ്ചെരുവിൽ പോയി താമസിക്കാം. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ നിന്നിറങ്ങി ഖദീജ ബീവിയോട് പറയുന്നു, മലഞ്ചെരുവിൽ പോയിട്ട് ഇലയെങ്കിലും നിന്ന് കിടക്കാം. തന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കട്ടപ്പാട് വരുമ്പോൾ പരസ്പരം പടിചാരാനുള്ളതല്ല ജീവിതം, ഭർത്താവിനെ കൈവിടാനുള്ളതല്ല ജീവിതം. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിയിലോട്ട് ഇറങ്ങി. ഖദീജ ബീവി പറഞ്ഞു, ഞാനും വരാം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട ഖദീജ, നിനക്ക് സഹിക്കാൻ കഴിയില്ല, നിനക്കത് സഹിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ശുഅബ അബൂ താലിബിന്റെ മലഞ്ചെരുവിലെത്തി കരിയല തിന്നിട്ടാണ് നബി തങ്ങൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട ഭർത്താവ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാതെ കരിയല തിന്നിട്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ശുഅബ അബൂ താലിബിന്റെ മലഞ്ചെരുവുകളിൽ ചുറ്റുപടുത്ത് കിടക്കുന്ന സൂര്യന്റെ താഴെ ഒന്നും കഴിക്കാനില്ലാതെ നട്ടുച്ച നേരത്ത് തലയണയായിട്ട് തന്റെ കൈമുട്ട് മടക്കി വെച്ച് അതിലേക്ക് തന്റെ ശിരസ് വെച്ച് അല്ലാഹുവിന്റെ റസൂൽ കിടക്കുകയാ. ഖദീജ ബീവിക്ക് വീട്ടിൽ കിടന്നാൽ ഉറക്കം വരുമോ? പ്രിയപ്പെട്ട ഭർത്താവ് ഉണ്ണാനില്ലാതെ ഉടുക്കാനില്ലാതെ മലഞ്ചെരുവിൽ കിടക്കുമ്പോ ഖദീജ ബീവിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഖദീജ ബീവി മെല്ലെ മെല്ലെ വീട്ടിൽ നിന്നിറങ്ങി. സഹോദരാ, ഇത് വെറുതെ വായ്ത്താരിയുടെ പ്രകടനമല്ല. ഖദീജ എന്ന് പറയുന്ന പെണ്ണ് നടന്ന് ശുഅബ അബൂ താലിബിന്റെ മലഞ്ചെരുവിലെത്തി. അല്ലാഹുവിന്റെ റസൂൽ കൈമുട്ടുകൾക്കിടയിലേക്ക് തലവെച്ചിട്ട് കിടക്കുകയാ. പെട്ടെന്നൊരു കാൽപെരുമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഖദീജ ബീവി പുറകിൽ നിൽക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിഷം നൊട്ടിയ വയറുമായി കിടക്കുന്നത് കണ്ടപ്പോൾ ഖദീജയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഖദീജ, നീയും വന്നോ? ഖദീജ, നീയും വന്നോ? ഖദീജ,
ഖദീജ ബീവി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ അങ്ങിവിടെ കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ഉറക്കം വരും നബിയേ, എനിക്കെങ്ങനെ ഉറക്കം വരും നബിയേ? അങ്ങ് കഷ്ടപ്പെടുമ്പോൾ എനിക്ക് സുഖിച്ച് കഴിക്കാൻ പറ്റുമോ? എങ്ങനെ പാവപ്പെട്ട ഭർത്താവ് വിസയില്ലാതെ ഇക്കാമത് എന്നിട്ട് ഗൾഫിന്റെ മണലാരണത്തില് അവൻ ചാക്ക് വിരിച്ചിട്ട് കിടന്നിറങ്ങുമ്പോ ഇവിടെ കിടന്നാൽ നിനക്ക് ഭക്ഷണം ഇറങ്ങുമോ? നിനക്ക് വെള്ളം ഇറങ്ങുമോ? നിനക്ക് ജീവിതം സുഖിക്കാൻ കഴിയുമോ? ഇതാണ് ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ ഇടയിലുള്ള ബന്ധം. അറബിക്കടലിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ തിരശീലയിട്ടാലും ഇതയങ്ങളുടെ ഇടയിൽ തിരശീല ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലേ, ഞാനുമുണ്ട് നബിയേ, ഞാനുമുണ്ട് നബിയേ, എല്ലാ കഷ്ടപ്പാടിലും ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ഓരത്തോട്ട് കിടന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവെള്ളയിലേക്ക് തന്റെ മുഖം ചേർത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് കൈപിടിച്ചിട്ട് ഖദീജ ബീവി അവിടെ കിടക്കുന്ന കൂർത്തുമൂർത്ത കല്ലിലേക്ക് കിടക്കുന്നു. കഷ്ടപ്പെട്ടാൽ നമുക്കൊന്നിച്ച് കഷ്ടപ്പെടാം നബിയേ, നബിയേ, സങ്കടമാണെങ്കിൽ ഒന്നിച്ച് സങ്കടപ്പെടാം. സഹോദര, ഞാനൊന്ന് പറയട്ടെ, 4 ദിവസം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയോ ഇത് 30 വയസ്സുകാരന് കേൾക്കാനുള്ളതാണെന്ന്? താടി നരച്ച, തലമുടി നരച്ച എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാര്, ഖദീജ ബീവി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തലമുടി നരച്ച വൃദ്ധമാരെ, ഖദീജ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിങ്ങനെ കിടക്കുമ്പോ ഖദീജ ബീവിയുടെ വയസ്സ് എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ? 55 വയസ്സ് പ്രായമുണ്ട് ഖദീജ ബീവിക്ക്. പ്രായം അവരുടെ സ്നേഹം തളർത്തിയില്ല, പ്രായം അവരുടെ സ്നേഹത്തിന്റെ ഇടയിൽ വിഘ്നം തീർത്തില്ല. 55 വയസ്സുള്ള തൊലി ചുക്കിച്ചുളിഞ്ഞ ഖദീജയ്ക്ക് കിടന്നിട്ടുറക്കം വന്നില്ല. എന്റെ ഭർത്താവ് കഷ്ടപ്പെടുമ്പോൾ ഞാൻ അങ്ങനെ കിടന്നുറങ്ങാൻ. അല്ലാഹു ജീവിതം നമ്മുടെ സ്വർഗമാക്കി തരട്ടെ, അല്ലാഹു ജീവിതം നമ്മുടെ സ്വർഗമാക്കി തരട്ടെ. പ്രായം ജീവിതത്തിൽ ഒരു ഒലച്ചിലുണ്ടാക്കിയില്ല. ഇന്ന് പ്രായം കൂടിയാൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. 50 വയസ്സ് കഴിഞ്ഞാൽ പെണ്ണിനെ മാറ്റിക്കിടത്താനുള്ളതല്ല, ജീവിതം പങ്കുവെക്കാനുള്ളതാണ്. ജീവിതം പരസ്പരം ഒന്ന് ഡിവൈഡ് ചെയ്യാനുള്ളതാണ്. ജീവിതം പരസ്പരം പറഞ്ഞു തീർക്കാനുള്ളതാണ്. മാറി നിൽക്കരുതേ, മാറ്റിക്കിടത്തരുതേ. ജീവിതത്തിൽ നിങ്ങൾ ഒന്നിച്ചു ചേർന്നവരെ മാറി നിൽക്കാനുള്ളതല്ലെന്ന് ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ. സഹോദരങ്ങളെ, ഖദീജ ബീവി അല്ലാഹുവിന്റെ റസൂൽ ഒരു നല്ല ഭർത്താവായി മാറി. എങ്ങനെ നല്ല ഭർത്താവായി മാറി? എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണമെന്ന് ഒരു ഊഹവുമില്ലാതെ ഞാനിന്ന് പറയുകയാണ്. എനിക്ക് പറഞ്ഞിട്ടും മനസ്സ് വരുന്നില്ല. എന്റെ മനസ്സിൽ എനിക്കൊരു തൃപ്തിയായി വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ഖദീജയെ മറന്നില്ല. ബഹുമാനപ്പെട്ട ഖദീജ ബീവി മരണസമയത്ത് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് വന്നിരിക്കുമ്പോ എല്ലും തോലുമായിട്ട് ഖദീജ ബീവി അവസാനത്തെ സമയം എന്താണെന്നറിയോ പെങ്ങളെ? കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ ചെരുപ്പുണ്ടാക്കുന്ന പാത്രമുണ്ടാക്കുന്ന തോലെടുത്ത് വെള്ളത്തിൽ നനച്ചിട്ട് ആ നനച്ച തോൽക്കഷണമെടുത്ത് പല്ലിന്റെ ഇടയിലേക്ക് തിരികെ വെച്ച് ആ തിരികെ വെച്ച നനഞ്ഞ തോലിന്റെ ഉള്ളിൽ നിന്ന് ഇറ്റിട്ട് വരുന്ന വെള്ളത്തുള്ളി കൊണ്ട് തൊണ്ട നനച്ച് കിടക്കുന്നു ഖദീജ. മരണസമയത്ത് ആരാ? കോടിപതിയായ ഹുവൈലിദിന്റെ മകൾ, കോടിപതിയായ ഹുവൈലിദിന്റെ മകൾ ഇറങ്ങി വന്നപ്പോ ഒരു ഭർത്താവിന്റെ ത്യാഗത്തിന് പങ്കാളിയായപ്പോ മരിക്കുന്ന സമയത്ത് കുടിക്കാൻ വെള്ളമില്ലാതെ ചെരുപ്പിന്റെ തോലെടുത്തിട്ട് വെള്ളത്തിൽ നനച്ച് അത് പല്ലിന്റെ ഇടയിലേക്ക് തിരികെ വെച്ചിട്ട് വെള്ളത്തുള്ളി കൊണ്ട് തൊണ്ട നനയ്ക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഖദീജ, ഹുവൈലിദിന്റെ മോളെ ഖദീജ, എന്റെ കൈ പിടിച്ചിറങ്ങി വന്നപ്പോ നിന്റെ മരണസമയത്ത് നിനക്ക് ഒരു നേരം വയറ് നിറച്ച് തരാൻ എനിക്ക് പറ്റിയില്ലല്ലോ. ഖദീജ ബീവി പറയല്ലേ നബിയേ, ഞാൻ പോവുകയാണ്. നാളെ സ്വർഗത്തിൽ ഞാൻ അങ്ങയുടെ ചാരത്തുണ്ടാകുമോ? നാളെ ജീവിതത്തിന്റെ വിഭാഗത്തിന്റെ 3-ാം ഘട്ടത്തിൽ ഞാനും അങ്ങയുടെ ഭാര്യയായിട്ടുണ്ടാകുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ, നീ എന്റെ മണവാട്ടി, നീ എന്റെ മണവാട്ടി, സ്വർഗത്തിന്റെ ഹൂറിയാണ് നീ, സ്വർഗത്തിന്റെ മണവാട്ടിയാണ് നീ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകാൻ പോകുന്നു. പൊന്നുമോള് ഫാത്തിമ മറുഭാഗത്തിരുന്ന് പൊട്ടിക്കരയുന്നു. ആ ഉമ്മ വിളിച്ചടുത്തു വാ മോളെ. ഏത് മരിക്കാൻ പോകുന്ന ഉമ്മയുടെയും ഏറ്റവും വലിയ ദുഃഖം കെട്ടിക്കാത്ത മകളല്ലേ? ആ മകളെ വിളിച്ചിട്ട് ഖദീജ ബീവി മടിക്കുത്തിൽ വെച്ചിരുന്ന ഒരു കൊച്ചു പൊതി അഴിച്ചു. അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ സ്വർണ്ണമാല ഉണ്ടായിരുന്നു. പൊന്നുമോളെ ഫാത്തിമ, എന്റെ ഉള്ളതെല്ലാം എന്റെ ഉപ്പയുടെ സമ്പത്ത് മുഴുവൻ ദീനിന് വേണ്ടി ചെലവഴിച്ചു. ഇത് നിന്റെ വാപ്പ എനിക്ക് മഹറായിട്ട് തന്ന സ്വർണ്ണമാലയാണ്. അല്ലാഹുവിന്റെ റസൂൽ മഹറായി
കൊണ്ടുപോയി കൊടുത്ത സ്വന്തമാണ് തന്റെ മകൾക്ക് അനന്തരാവകാശം കയ്യിൽ കൊടുത്തു. ഖദീജ ബീവി എന്നേക്കുമായി റസൂലുള്ളാഹിന്റെ മടിയിൽ തലവെച്ച് വിട പറഞ്ഞു. ഖദീജ ബീവിയെ കൊണ്ടുപോയി ഖബറടക്കി. ഖദീജ ബീവി മരിച്ച വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക ആമുൽ ഹുസ്ൻ, പ്രവാചകൻ കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച വർഷം. ആ ഖദീജ ബീവി മരിച്ച വർഷം ചരിത്രത്തിൽ ആമുൽ ഹുസ്ൻ എന്നറിയപ്പെടുത്തു. പ്രവാചകന്റെ ദുഃഖവർഷമായി. സഹോദരങ്ങളെ, ഭാര്യ മരിച്ചു, ഖബറടക്കവും കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയി. 10 വർഷം കഴിഞ്ഞപ്പോ റസൂലുള്ള ആട്ടി ഓടിച്ച മദീനയിലേക്ക് സഹാബത്തുമായിട്ട് തിരിച്ചു വരികയാ. മക്കം ഫതഹായി. അല്ലാഹുവിന്റെ റസൂലിന്റെ വലിയ വലിയ ചരിത്രമാണിത്. ഒരു കുടുംബത്തിന്റെ കഥയാണിത്. മക്കം പ്രവാചകന്റെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആട്ടി ഓടിക്കപ്പെട്ട മക്കയിലേക്ക്, ഖദീജയും താനും പട്ടിണി കിടന്ന മക്കയിലേക്ക് അല്ലാഹുവിന്റെ റസൂലും മക്കയിലേക്ക് തിരിഞ്ഞു വന്ന് വില്ലാളിയെ പോലെ അബൂജഹലിന്റെ മുട്ടുപറച്ചു, അബൂ സുഫിയാന്റെ മുട്ടുപറച്ചു. അല്ലാഹുവിന്റെ റസൂൽ കഅബാലയം 7 പ്രാവശ്യം തവാഫ് ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ കഅബാലയം തവാഫ് ചെയ്യുമ്പോ ഓരോ തവാഫ് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നോക്കി. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങൾ അറിയുമോ, അല്ലാഹുവിന്റെ റസൂൽ തവാഫ് ചെയ്യുന്നു. ഓരോ തവാഫ് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നോക്കുന്നു. 7 തവാഫ് ചെയ്തപ്പോഴും റസൂലുള്ള തിരിഞ്ഞു നോക്കി. ആരെയാ നോക്കിയതെന്നറിയുമോ? മകളെയല്ല, തന്റെ ലക്ഷക്കണക്കിന് അനുയായികളെയല്ല. അല്ലാഹുവിന്റെ റസൂൽ എന്ന ലോകത്തിന്റെ മാതൃകാ ഭർത്താവ് തിരിഞ്ഞു നോക്കിയത് പ്രിയപ്പെട്ട ഖദീജയുടെ ഖബറിലേക്കാണ്. ഓരോ തവാഫ് ചെയ്യുമ്പോഴും തിരിഞ്ഞു നോക്കി. ഖദീജ, കട്ടപ്പാട് മാറി മോളെ, മക്ക എന്റെ കാൽ കീഴിലാണ് മോളെ. എന്നാലും എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ മഖാമ ഇബ്രാഹിമിന്റെ മുമ്പിലെത്തി 2 റക്അത്ത് നിസ്കരിക്കാൻ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നോക്കി. ഖദീജ ബീവിയുടെ മൺകൂന കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖദീജയുടെ ഖബറിന്റെ നേരെ കുറച്ചു നേരം മൗനമായി നോക്കി നിന്നു. ഇതെന്റെ വായുടെ, എന്റെ ശബ്ദത്തിന്റെ, എന്റെ വാക്കുകളുടെ ഗരിമയല്ല. അല്ലാഹുവിന്റെ റസൂൽ മഖാമ ഇബ്രാഹിമിന്റെ പുറകിൽ നിൽക്കുമ്പോ ഖദീജ ബീവിയുടെ ഖബറിലേക്ക് നോക്കി നിന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ 1000 സംഭവം മിന്നൽപ്പിണര് പോലെ കടന്നുപോയി. മരിക്കാൻ നേരത്ത് പല്ലിന്റെ ഇടയിൽ തോല് നനച്ചു വെച്ചിട്ട് കിടന്ന മോളെ, ഇന്നിതാ എനിക്ക് സൗഭാഗ്യത്തിന്റെ നാളാണ്. സൗഭാഗ്യം വന്നപ്പോഴും മറന്നില്ല നബി തങ്ങൾ തന്റെ ഖദീജയെ മറന്നില്ല. ഭാര്യ മരിച്ചാൽ ഖബറിൽ കിടക്കുന്ന അവളെ ഓർക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്, എത്ര ഭർത്താക്കന്മാരുണ്ട്. വർഷം 13 കഴിഞ്ഞിട്ടും അല്ലാഹുവിന്റെ റസൂൽ ഖദീജയെ മറന്നുപോയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഖദീജയെ മറന്നുപോയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഖദീജയെ മറന്നുപോയില്ലല്ലോ. ഈ മറക്കാത്ത ഓർമ്മയാണ് കുടുംബ ബന്ധത്തിന്റെ പ്രകാശം. ഒരിക്കലും മരിക്കാത്ത, നരയ്ക്കാത്ത, മങ്ങാത്ത, മായാത്ത ഓർമ്മകളായി സഹോദരിമാരെ തിളങ്ങി നിൽക്കേണ്ടത് വീടിന്റെ ചുവരിലല്ല. ഭാര്യ ഭർത്താക്കന്മാരെ തിളങ്ങി നിൽക്കേണ്ടത് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയുടെ അന്നെടുത്ത ഫോട്ടോയുടെ ചിത്രങ്ങളിലല്ല. സ്വന്തം മക്കളെ ഇടത്തും വലത്തും ഇരുത്തി വീടിന്റെ സ്വീകരണ റൂമിൽ നീ വെച്ചിരിക്കുന്ന വെറുതെ കൃത്രിമത്തിന്റെ തട്ടാന്റെ ചിരി വന്ന ഫോട്ടോയിലല്ല. നിന്റെ ഫോട്ടോ ഇരിക്കേണ്ടത് ഭർത്താവിന്റെ ഹൃദയത്തിൽ. പെണ്ണെ, നീ ഇരിക്കേണ്ടത് ഭർത്താവിന്റെ ഹൃദയത്തിൽ. ഭർത്താവെ, നീ ഇരിക്കേണ്ടത് ഭാര്യയുടെ ഹൃദയത്തിൽ. വെളിച്ചമൊട്ടുമില്ലെങ്കിലും മങ്ങിക്കത്തുന്ന ഒരു മൺചരാത് പോലെയെങ്കിലും, മങ്ങിക്കത്തുന്ന ഒരു മൺചരാത് പോലെയെങ്കിലും നിന്റെ ഇണയുടെ ഹൃദയത്തിന്റെ കൂടിനുള്ളിൽ കൂട്ടുകൂടാൻ നിനക്ക് കഴിഞ്ഞാൽ, ഭാര്യയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കൂട് കെട്ടാൻ ഭർത്താവിന് കഴിഞ്ഞാൽ, ഭർത്താവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൂട് കെട്ടിക്കണിയാൻ ഒരു ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ, അതിനേക്കാൾ വലിയൊരു ദാമ്പത്യ ജീവിതം ലോകത്തില്ല.